നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ലേബർ എന്ന മൊഡ്യൂളിലെ ആൽഫെ പ്രീമിയം പ്ലാൻ അനുസരിച്ച് എങ്ങനെയാണ് ഒരു എംപ്ലോയിയുടെ ലേബറിന്റെ വേജസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നാണ്. ആൽഫെ പ്ലാൻ, റോവൻ പ്ലാൻ, ഇങ്ങനെ പല പ്ലാനുകളുടെ തിയറി ഭാഗം അതെന്താണെന്നും അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, കമ്പ്യൂട്ട് ചെയ്യുന്ന രീതി, ഇതെല്ലാം ലേബറിന്റെ തിയറി വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇവിടെ അതിന്റെ കമ്പ്യൂട്ടേഷൻ മാത്രം, പ്രോബ്ലം ചെയ്യുന്നത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. തിയറി ഭാഗങ്ങൾ നോക്കുന്നില്ല. തിയറി ഭാഗത്തിനായിട്ട് ആ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്യുക. ഒന്നാമത്, ഹാൽസെ പ്രീമിയം പ്ലാൻ അനുസരിച്ച് ഒരു എംപ്ലോയിക്ക് കിട്ടേണ്ട വേജസ് എത്രയാണ്, അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. So, under the Halsey method, Halsey premium plan method, the worker is given wages for the actual time taken. ഒരു തൊഴിലാളി അയാൾ ചെയ്ത ജോലിക്ക്, ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് എത്ര സമയം യഥാർത്ഥത്തിൽ എടുത്തോ അതിനുള്ള കൂലി അദ്ദേഹത്തിന് റെമ്യൂണറേഷനായിട്ട്, വേജസ് ആയിട്ട് കൊടുക്കും. And in addition to that, we also pay him a bonus. And this bonus is computed on the basis of saved time. ഈ എംപ്ലോയി ജോലി ചെയ്യാൻ എടുത്ത സമയം, ജോലി ചെയ്തപ്പോൾ എത്ര സമയം ലാഭിച്ചുവോ, സേവ് ചെയ്തോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഒരു ബോണസും കൂടി ഈ ഹാൽസെ പ്ലാൻ അനുസരിച്ച് കൊടുക്കും. ആൻഡ് ദാറ്റ് ബോണസ് ഇറ്റ് ഈക്വൽസ് ടു ഹാഫ് ഓഫ് വേജസ് സേവ്, or half of wages for time saved. എത്ര സമയമാണോ ലാഭിച്ചത്, ആ ലാഭിച്ച സമയത്തിന്റെ വേജസ്, അതിന്റെ പകുതിയാണ് അദ്ദേഹത്തിന് ബോണസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഹാൽസെ പ്ലാൻ അനുസരിച്ച് ഒരാളുടെ വേജസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാവും. ആദ്യം, ദ വർക്കർ ഈസ് ഗിവൺ വേജസ് ഫോർ ദ ആക്ച്വൽ ടൈം ടേക്കൺ. അയാൾ ചെയ്ത ജോലിയുടെ കൂലി അദ്ദേഹത്തിന് കൊടുക്കും. അതിന്റെ കൂട്ടത്തിൽ ഒരു ബോണസും കൂടെ കൊടുക്കും. ആ ബോണസ് എന്ന് പറയുന്നത് അദ്ദേഹം സേവ് ചെയ്ത സമയത്തിന്റെ കൂലിയുടെ 50%, 50% ആണ്. സോ അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ടോട്ടൽ ഏണിങ്സ്, ഒരാൾക്ക് കിട്ടുന്ന ഏണിങ്സ്, വേജസ് എന്ന് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ ദിസ് വേ: T into R പ്ലസ്, T into R എന്ന് പറയുന്നതാണ് ഇത് ആദ്യത്തെ ഭാഗം, വേജസ് ഫോർ ദ ആക്ച്വൽ ടൈം ടേക്കൺ, യഥാർത്ഥത്തിൽ ജോലി ചെയ്ത സമയത്തിന്റെ കൂലി, T into R പ്ലസ് രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം, ബോണസ് ഈക്വൽ ടു ഹാഫ് ഓഫ് വേജസ് ഫോർ ടൈം സേവ്ഡ്, ലാഭിച്ച സമയത്തിനുള്ള കൂലി, അതിന്റെ പകുതി മാത്രമേ ബോണസായിട്ട് കൊടുക്കുന്നുള്ളൂ. അതിന്റെ പകുതിയും കൂടെ ഇദ്ദേഹത്തിന് കൂലിയായിട്ട്, ബോണസായിട്ട് ഇദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ കൂടെ, അല്ലെ വേജസിന്റെ കൂട്ടത്തിൽ കൊടുക്കും. അപ്പൊ ഇവിടെ T എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ ടൈം ടേക്കൺ ആണ്. T ഫോർ ടൈം ടേക്കൺ, എടുത്ത സമയം, ജോലി ചെയ്യാൻ എടുത്ത സമയം, ദാറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ വർക്ക്. ജോലി ചെയ്യാനായിട്ട് എടുത്ത സമയത്തിനെ T എന്ന് പറയും. Then next is R. R എന്ന് പറയുമ്പോൾ അത് ലേബർ റേറ്റ് പെർ അവർ, ആണ്. റേറ്റിനെ സൂചിപ്പിക്കാനാണ് R എന്നുള്ള ലെറ്റർ ഉപയോഗിക്കുന്നത്. റേറ്റ് പെർ അവർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ട കൂലി. T ടൈമാണ്, R റേറ്റ് ആണ്, റേറ്റ് പെർ അവർ ആണ്. T കൊണ്ട് ജോലി ചെയ്യാനെടുത്ത സമയം,
ടൈം ടേക്കൺ ആർ റേറ്റ് പെർ അവർ, ഒരു മണിക്കൂറിന് കൊടുക്കേണ്ട കൂലി. T/R ആകുമ്പോൾ അദ്ദേഹത്തിന്റെ വേജസ് ആവും. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു 50% ഓഫ് ബോണസും കൂടെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ T ടൈം ടേക്കൺ, R ലേബർ റേറ്റ്. ദെൻ ഇനി ആ ഇക്വേഷനിലേക്ക് നോക്കിയേ. T/R പ്ലസ് 50% ഓഫ് S മൈനസ് T/R എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈമാണ്. ഒരു തൊഴിലാളി ഒരു ജോലി ചെയ്യാൻ 10 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്യണം എന്നായിരുന്നു കമ്പനി പറഞ്ഞിരുന്നതെങ്കിൽ അങ്ങനെ കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന അടിസ്ഥാനമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈമിനെയാണ് എസ് എന്ന് പറയുക. അപ്പോ എസ് മൈനസ് ടി, ടി എന്ന് പറയുന്നത് ടൈം ടേക്കൺ ആണ്, ഇൻറ്റു ആർ നേരത്തെ പറഞ്ഞു ലേബർ റേറ്റ് പെർ അവർ ആണ്. അപ്പോൾ ഹാൽസെ പ്രീമിയം പ്ലാൻ അനുസരിച്ച് ഒരു എംപ്ലോയിയുടെ റെമ്യൂണറേഷൻ കാണാൻ 3 വാല്യൂ നമുക്ക് കിട്ടിയാൽ മതി. ഒന്ന് ടൈം ടേക്കൺ, ജോലി ചെയ്യാനെടുത്ത സമയം. 2 റേറ്റ് പെർ അവർ, ലേബർ റേറ്റ് പെർ അവർ, ഒരു മണിക്കൂറിന് കൊടുക്കുന്ന കൂലി. 3 എസ് ആണ്, സ്റ്റാൻഡേർഡ് ടൈം, ആ ജോലി തീർക്കാൻ കമ്പനി യഥാർത്ഥത്തിൽ നിശ്ചയിച്ചിരുന്ന സമയം. അപ്പോൾ ഒരു ജോലി ചെയ്യാൻ കമ്പനി എത്ര സമയമാണ് പറഞ്ഞിരുന്നത് അതിനെ എസ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയും. ആ ജോലി ചെയ്യാൻ എംപ്ലോയി യഥാർത്ഥത്തിൽ എടുത്ത സമയത്തിനെ ടി ടൈം ടേക്കൺ എന്ന് പറയും. ദാറ്റ് ഈസ് ആക്ച്വൽ ടൈം ടേക്കൺ. ആൻഡ് ആർ എന്നുള്ള ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേബർ റേറ്റ് ആണ്, റേറ്റ് പെർ അവർ ആണ്, ഒരു മണിക്കൂറിന് തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലി. അപ്പോൾ ഈ രൂപത്തിലാണ് ഹാൽസെ പ്രീമിയം പ്ലാൻ അനുസരിച്ച് എംപ്ലോയിയുടെ റെമ്യൂണറേഷൻ കാണുന്നത്. ഈ ഒരു കണക്ക് ചെയ്ത് നോക്കാം, കുറച്ചുകൂടെ ഇത് മനസ്സിലാവും. പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് വിവരങ്ങൾ തന്നിട്ടുണ്ട്. റേറ്റ് പെർ അവർ റുപ്പീസ് 1.50 പെർ അവർ, ഒരു മണിക്കൂറിന് 1.5 രൂപയാണ് കൂലി. 2 ടൈം അലൗഡ് ഫോർ ജോബ് 20 hours, ജോലി ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സമയം 20 മണിക്കൂറിനുള്ളിൽ ആ ജോലി കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ടൈം അലൗഡ് ഫോർ ദ ജോബ്. നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇതിനാണ് എസ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ടൈം 20 hours. ദെൻ ടൈം ടേക്കൺ 15 hours. ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ടൈം ടേക്കൺ ആണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം 15 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. 15 മണിക്കൂർ കൊണ്ട് ആ ജോലി ചെയ്തു കഴിഞ്ഞു. 20 മണിക്കൂറായിരുന്നു സ്റ്റാൻഡേർഡ് ടൈം ജോലി ചെയ്യാൻ അനുവദിച്ചിരുന്നത്. എന്നാൽ ഈ വർക്കർ 15 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്തു കഴിഞ്ഞു. So we have to calculate the total earnings of the worker under ഹാൽസെ പ്രീമിയം പ്ലാൻ. എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഹാൽസെ പ്രീമിയം പ്ലാൻ അനുസരിച്ച് ടോട്ടൽ ഏണിങ്സ് കാണുന്നത് പറഞ്ഞു T/R പ്ലസ് 50% ഓഫ് S മൈനസ് T/R. T stands for actual time taken, time taken to complete the job. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ടൈം ടേക്കൺ 15 hours. ടിയുടെ വാല്യൂ 15 hours, 15 മണിക്കൂർ. ടി കിട്ടി. ദെൻ സെക്കൻഡ് വൺ ഈസ് ആർ ആണ് രണ്ടാമത്. ആർ മീൻസ് ലേബർ റേറ്റ് പെർ അവർ, ഒരു മണിക്കൂറിന് കൊടുക്കുന്ന വേജസ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ സെന്റൻസ് ആയിട്ട് പറയുന്നു റേറ്റ് പെർ അവർ റുപ്പീസ് 1.50 പെർ അവർ, ഒരു മണിക്കൂറിന് 1 രൂപ 50 പൈസ നിരക്കിലാണ് വേജസ് കൊടുക്കുന്നത്. സോ ആർ എന്ന് പറയുന്നത് 1.50. ഈ ടൈം ടേക്കൺ 15, ആർ ലേബർ റേറ്റ് ആണ് 1.50. ഈക്വേഷൻ അനുസരിച്ച് ടോട്ടൽ ഏർണിങ്സ് കാണാൻ വേണ്ടിയിട്ടുള്ള 2 വാല്യൂ കിട്ടി. ടി കിട്ടി, ആർ കിട്ടി. So T/R plus 50% of S minus T/R.
ഇനി എസിന്റെ വാല്യൂ കൂടെ നമുക്ക് കിട്ടണം. എസ് എന്ന് പറഞ്ഞാൽ എസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈം ടു കംപ്ലീറ്റ് ദ ജോബ്. ഇവിടെ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് പറയുന്നത് ടൈം അലൗഡ് ഫോർ ദ ജോബ് 20 hours എന്ന് പറയുന്നുണ്ട്. 20 മണിക്കൂറാണ് ഈ ജോലി ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന സമയം. 20 സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ വാല്യൂസും കിട്ടി. T15, R 1.50, so T into R plus 50% of S minus T into R. S20 minus T15 into R 1.50. അദ്ദേഹത്തിന്റെ ടോട്ടൽ ഏണിങ്സ് എത്രയാണ് എന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. കമ്പ്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞു T into R plus 50% of S minus T into R. സോ T എന്ന് പറയുന്നത് ടൈം ടേക്കൺ ആണ് 15 into R rate per hour 1.50. So 15 into 1.5 plus 50% of S minus T. S standard time 20 ആണ്. So 20 minus T. Time taken ആണ് T15. 20 minus 15 into R. Rate per hour ആണ് 1.50. So ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത് 15 into 1.5 plus 50% of 20 minus 15 into 1.5. So 15 into 1.5 എന്ന് പറയുമ്പോൾ 15 ഗുണം 1.5 എന്ന് പറയുമ്പോൾ 22.50 എന്ന് വരും. 22 രൂപ 50 പൈസ. So 15 into 1.5, that is 22.5 plus 50% of 20 minus 15 into 1.5. So 22.5 plus 50% of 20 minus 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. 20 നിന്ന് 15 പോയാൽ 5 into 1.5. So 22.5 plus 50% of 5 into 1.5. ചെയ്യുമ്പോൾ ആ 5 into 1.5 എത്രയാണെന്ന് കാണുക. അതിന്റെ 50% കാണുക. അതായത് അതിനെ 2 കൊണ്ട് ഹരിക്കുക. അതിന്റെ 50% പകുതി എത്രയാണെന്ന് കാണുക. ആ പകുതി 22 രൂപ 50 പൈസയുടെ കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും ₹26.25 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഹാൽസേ പ്രീമിയം പ്ലാൻ അനുസരിച്ച് ഒരു എംപ്ലോയിയുടെ റെമ്യൂണറേഷൻ കാണുന്നത്. ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ പ്ലസ് 50% ഓഫ് സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ. ആദ്യം ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിന്റെ കൂട്ടത്തിൽ എസ് മൈനസ് ടി ഇൻറ്റു ആർ കണ്ടിട്ട് അതിന്റെ 50% കൂടെ ആഡ് ചെയ്യുക. എസ് മൈനസ് ടി ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ. ഇത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ 50% പകുതി ആദ്യം കണ്ടെത്തിയ ടി ഇൻറ്റു ആറിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്താൽ മതി. ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഇതുപോലെ മറ്റൊരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. കണക്കിൽ പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം ഫിക്സഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 20 hours ആണ്. 20 മണിക്കൂർ. ടൈം ടേക്കൺ 16 മണിക്കൂർ 16 hours. അവർലി റേറ്റ് അല്ലെങ്കിൽ റേറ്റ് പെർ അവർ എന്ന് പറയുന്നത് ₹2 per hour. And we have to compute the total earnings under Halsey plan. Halsey plan അനുസരിച്ച് എംപ്ലോയിയുടെ ഏണിങ്സ് എത്രയാണെന്ന് കാണണം. സോ ഹാൽസേ പ്ലാൻ അനുസരിച്ച് എംപ്ലോയിയുടെ റെമ്യൂണറേഷൻ കാണാൻ നമുക്ക് വേണ്ട വാല്യൂസ് കണ്ടുപിടിച്ചിരുന്നത് ടി ഇൻറ്റു ആർ പ്ലസ് 50% ഓഫ് എസ് മൈനസ് ടി ഇൻറ്റു ആർ അങ്ങനെയായിരുന്നു കാണുന്നത്. അപ്പോൾ ആദ്യം ടി വേണം. ടി എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ആണ്.
ക്വസ്റ്റ്യനിൽ 16 എന്ന് പറയുന്നുണ്ട്. സോ T 16. Then T into R. R means labor rate per hour. ഇവിടെ rate per hour തന്നിട്ടുണ്ട്. Hourly rate ₹2 per hour. അപ്പോൾ R 2 ആണ്, 2. Tയുടെ വാല്യൂ 16, Rന്റെ വാല്യൂ 2. പിന്നീട് നമുക്ക് വേണ്ട എന്തായിരുന്നു? T into R പ്ലസ്, ഓർക്കുന്നുണ്ടാവും, T into R പ്ലസ് 50% ഓഫ് S minus T into R. എസിന്റെ വാല്യൂ കൂടി നമുക്ക് വേണം. എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം ആയിരുന്നു. സ്റ്റാൻഡേർഡ് ടൈം ക്വസ്റ്റ്യനിൽ ഒന്നാമതായിട്ട് പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ടൈം ഫിക്സഡ് ഈ 20 hours, 20 മണിക്കൂറാണ് സ്റ്റാൻഡേർഡ് ടൈം. ഇവിടെ ഹാൽസേ പ്ലാൻ കാണാൻ വേണ്ടിയിട്ടുള്ള 3 വാല്യൂസും കിട്ടി. ഇനി ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. So under the Halsey plan, total earnings of the worker will be, it is computed in this way: T into R plus 50% of S minus T into R. So that means T into R, T time taken 16 into R, rate per hour, ₹2. So 16 into 2, 16 and 32 എന്ന് വരും. So 16 into 2 plus 32ന്റെ കൂട്ടത്തിൽ 50% of 20 minus 16 into 2. ഇത് കൂടെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യണം. So T into R time 16 into rate 2 plus 50% of standard time minus time taken into rate. 16 into 2 plus 50% of 20 minus 16 into 2. 16 into 2, 32 plus 50% of 20 minus 16. 20 ന് 16 കുറയ്ക്കുമ്പോൾ 4 into 2. So 50% of 4 into 2. അതുകൂടെ 32ന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. 4 into 2 8 ആണ്. 8ന്റെ 50% എന്ന് പറയുമ്പോൾ 4 എന്ന് വരും. അപ്പോൾ ഇവിടെ 32 പ്ലസ് 4 എന്ന് വരും. 32 4 36 രൂപയാണ് ഹാൽസേ പ്ലാൻ അനുസരിച്ച് ഈ എംപ്ലോയിക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ. ഇനി വീണ്ടും നമുക്ക് മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. റേറ്റ് പെർ അവർ ₹4. ടൈം അലൗഡ് ഫോർ ദ ജോബ് 40 hours. ടൈം ടേക്കൺ 32 hours. So T എന്ന് പറയുന്നത് ടൈം ടേക്കൺ 32, T into R, റേറ്റ് എന്ന് പറയുന്നത് ₹4. ടൈം അലൗഡ് ഫോർ ദ ജോബ്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ടൈം, ദാറ്റ് ഈസ് 40 hours. ഇപ്പോൾ ടോട്ടൽ ഏർണിങ്സ് കാണാൻ ആവശ്യമുള്ള വാല്യൂസ് എല്ലാം ഉണ്ട്. T, R, S, ഇത് 3 ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. T ടൈം ടേക്കൺ, ദാറ്റ് ഈസ് 32, R rate per hour, that is ₹4, plus 50% of S minus T into R. S standard time ആണ്, time allowed for a job, that is 40, minus S minus T, T time taken 32 into rate is ₹4. So 32 into 4 plus 50% of 40 minus 32 into 4. 32 into 4 എന്ന് പറയുമ്പോൾ 32 into 4 128 എന്ന് വരും. 128 അധികം 50% of 40 minus 32. 40 minus 32 8 ആണ്, 40 minus 32 into 4, that is 8 into 4, 4 32. 32ന്റെ 50% എന്ന് പറയുമ്പോൾ 16. സോ ആദ്യം കണ്ടുപിടിച്ച 128ന്റെ കൂട്ടത്തിൽ 16 കൂടി ആഡ് ചെയ്യണം. 128 plus 16 rupees 144 എന്ന് വരും. ഇനി മറ്റൊരു കണക്കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വർക്കർ എ finishes a job in 50 hours and B finishes in 14 hours. 2 തൊഴിലാളികളുടെ ഡീറ്റെയിൽസ് തന്നിരിക്കുകയാണ്. ഒരു ജോലി തന്നെ ഒരാൾ 15 മണിക്കൂറിൽ ചെയ്തു കഴിഞ്ഞു, അടുത്ത ആള് 14 മണിക്കൂറിൽ ആ ജോലി ചെയ്തു കഴിഞ്ഞു.
ഈ രണ്ട് കൂട്ടർക്കും കമ്പനി പറഞ്ഞിരുന്ന സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അവേഴ്സ് അലൗഡ് ഫോർ കംപ്ലീറ്റിംഗ് ദ ജോബ് 20 അവേഴ്സ്. രണ്ടുപേർക്കും 20 മണിക്കൂർ സമയമാണ് കൊടുത്തിരുന്നത്. ആൻഡ് ദ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ ഈസ് ₹10. ഒരു മണിക്കൂറിന് 10 രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത്. And we are asked to compute the total earnings of the workers under Halsey plan. Halsey plan അനുസരിച്ച് ഈ രണ്ടുപേരുടെയും എയുടെയും ബിയുടെയും ടോട്ടൽ ഏണിങ്സ് എത്രയാണ് എന്ന് കാണണം. എ 15 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്തു, ബി 14 മണിക്കൂർ കൊണ്ട് ചെയ്തു. ഇവരോട് ചെയ്യാൻ പറഞ്ഞിരുന്ന 20 മണിക്കൂറിനുള്ളിലാണ്. ഒരു മണിക്കൂറിന് 10 രൂപയാണ് കൂലി. ആദ്യം നമുക്ക് വർക്കർ എയ്ക്ക് കിട്ടുന്ന ഏണിങ്സ് എത്രയാണ് എന്ന് നോക്കാം. ഒരു വർക്കർക്ക് കിട്ടുന്ന ഏണിങ്സ് ഹാൽസേ പ്ലാൻ അനുസരിച്ച് ഏണിങ്സ് കാണുന്നത് T/R + 50% ഓഫ് S-T/R. T ടൈം ടേക്കൺ ആണ്. 15 മണിക്കൂർ കൊണ്ടാണ് എ ജോലി ചെയ്ത് കഴിഞ്ഞത്. R റേറ്റ് പെർ അവർ 10 രൂപയാണ് ഒരു മണിക്കൂറിന് കൊടുക്കുന്ന കൂലി. പ്ലസ് 50% ഓഫ് S-T/R. S എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈമാണ്. ഇവിടെ 20 മണിക്കൂറായിരുന്നു ടൈം അലൗഡ് ടു കംപ്ലീറ്റ് ദ ജോബ്. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 20 അവേഴ്സ് 20 ആയിരുന്നു. ഇനി ഇത് ചെയ്ത് നോക്കാം. T/R ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് 15 × 10 15 × 10 150 എന്ന് വരും. 150 പ്ലസ് 50% ഓഫ് സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് 50% of S-T/R. S സ്റ്റാൻഡേർഡ് ടൈം 20 മൈനസ് ടൈം ടേക്കൺ 15. 15 മണിക്കൂർ കൊണ്ടാണ് ചെയ്തത്. സോ ടൈം ടേക്കൺ 15 ഇൻറ്റു R റേറ്റ് 10. 15 × 10 150 പ്ലസ് 50% ഓഫ് 20 മൈനസ് 15 × 10. 20 മൈനസ് 15 എന്ന് പറയുമ്പോൾ 5 ആണ്. 5 × 10 50 50. 50ന്റെ 50% പകുതി 25 രൂപ. 150ന്റെ കൂട്ടത്തിൽ 50ന്റെ 50% 25 കൂടെ ആഡ് ചെയ്താൽ മതി. So 15 × 10 150 plus 50% of 20 minus 15, that is 5 × 10. So 115 plus 50% of 50. 150ന്റെ കൂട്ടത്തിൽ 50% of ₹50 കാണാം. 50ന്റെ പകുതി 50%. 25 ആഡ് ചെയ്യുമ്പോൾ ₹175 എന്ന് വരും. 175 രൂപയാണ് വർക്കർ എയ്ക്ക് കിട്ടുന്ന കൂലി. ഇനിയും ഇതേ കേസ് തന്നെ, ഇതേ പ്രോബ്ലം തന്നെ വർക്കർ ബിക്ക് കിട്ടുന്ന എത്രയാണെന്ന് കൂടെ നോക്കാം. വർക്കർ ബിയുടെ പറഞ്ഞിരുന്നത് ഇദ്ദേഹം 14 മണിക്കൂർ കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ബിയുടെ കേസിൽ റെമ്യൂണറേഷൻ ടോട്ടൽ ഏണിങ്സ് എത്രയാണ് എന്ന് കമ്പ്യൂട്ട് ചെയ്യാം. കമ്പ്യൂട്ട് ചെയ്യുന്നത് നേരത്തെ എല്ലാവരും പോലെയാണ്. T/R plus 50% of S-T/R. ഈ ടൈം ടേക്കൺ ബി 14 മണിക്കൂർ കൊണ്ടാണ് ജോലി ചെയ്ത് കഴിഞ്ഞത്. ആ ലേബർ റേറ്റ് 10 രൂപയാണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ടൈം വാസ് 20 അവേഴ്സ്. ജസ്റ്റ് 20 ആണ്. വർക്കർ ബിക്ക് കിട്ടുന്നത് T/R ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് 14 × 10 140 പ്ലസ് 50% ഓഫ് S-T/R. S സ്റ്റാൻഡേർഡ് ടൈം ദാറ്റ് ഈസ് 20 മൈനസ് T ടൈം ടേക്കൺ 14 into R rate per hour ₹10. 14 × 10 140 അധികം 50% ഓഫ് 20 മൈനസ് 14 എന്ന് പറയുമ്പോൾ 6 വരും. 6 × 10. 140ന്റെ കൂട്ടത്തിൽ 6 × 10ന്റെ 50% ആഡ് ചെയ്യണം. 6 × 10 60 ആണ്. 60ന്റെ 50% എന്ന് പറയുമ്പോൾ 30 രൂപ. 140ന്റെ കൂട്ടത്തിൽ 30 കൂടി ആഡ് ചെയ്യുക. 140 plus 50% of 60. So 140 plus 30 170